മെഷീൻ ടൂൾസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഷേപ്പറും സ്ലോട്ടറും പ്ലെയിനർ മെഷീനും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇന്ന് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷേപ്പറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെക്കാനിസമായിട്ടുള്ള ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. ഓക്കെ, അതിൽ തന്നെ വരുന്ന നമ്മുടെ ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ഡെലിവറി മെക്കാനിസവും അതുപോലെ തന്നെ വിറ്റ്വർത്ത് മെക്കാനിസത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കേണ്ട ഫിഗർ ഈ ഒരു ഫിഗറാണ്. ഓക്കെ, നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ ഈ ഒരു ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയഗ്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പരിചയപ്പെടാം. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഭാഗമാണ് നമ്മുടെ ബുൾ ഗിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്ന ഈ കാണുന്ന സർക്കിളാണ് ബുൾ ഗിയർ എന്ന് പറയുന്നത്. നമ്മുടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ബുൾ ഗിയർ. അതേപോലെ അടുത്തൊരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ബിവൽ പിനിയൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പിനിയൻ. ഓക്കെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പിനിയൻ എന്ന് പറയും. ഓക്കെ, ഡ്രൈവിംഗ് പിനിയൻ അഥവാ ബിവൽ പിനിയൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ചെറിയ പിനിയൻ അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ബുൾ ഗിയറുമായി ബിവൽ പിനിയനായി. ഇപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് മോട്ടറായിരിക്കും ഈ ഒരു പിനിയനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ആയിരിക്കും ഈ പിനിയൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഡ്രൈവിംഗ് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുകയും ആ റൊട്ടേഷണൽ മോഷൻ നമ്മുടെ ഈ ഒരു ബുൾ ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. സോ ആ ബുൾ ഗിയർ ഒരു റൊട്ടേറ്റിംഗ് മോഷനിലാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ നമുക്കിനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഈ കാണുന്ന അതിനകത്ത് വരുന്ന ഇവിടെ ഒരു ഫിക്സ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. പിന്നെ റോക്കർ ആൻഡ് പിവോട്ടാണ്. ഓക്കെ, അത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ കാണുന്ന സ്ലോട്ടഡ് ലിങ്ക് ഉണ്ട്. അതായത് ഇവിടെ നോക്കുക, സ്ലോട്ടഡ് ലിങ്ക് നമ്മുടെ ഈ ഒരു ഭാഗമാണ് സ്ലോട്ടഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു ഓസിലേറ്റിംഗ് മോഷനിലാണ്. ഓക്കെ, ഈ ഒരു ഓസിലേറ്റിംഗ് മോഷനിലാണത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആ ഓസിലേറ്റിംഗ് മോഷനാണ് നമുക്ക് ഫൈനലി നമുക്ക് റാമിന് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷനിൽ മോഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഇതിനകത്ത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് സ്ലൈഡിംഗ് ബ്ലോക്ക്. ഓക്കെ, ഇവിടെ സ്ലൈഡിംഗ് ബ്ലോക്ക് കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ മുന്നൊരു ഭാഗം നോക്കുക, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബുൾ ഗിയറിനകത്ത് കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഭാഗമാണ് ക്രാങ്ക്. ഈ ക്രാങ്ക് എന്ത് ചെയ്യും, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ആ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയൊരു ഭാഗം ഉണ്ടായിരിക്കും ബുൾ ഗിയർ സ്ലൈഡിംഗ് ബ്ലോക്ക്. ഓക്കെ, ഇതിനകത്ത് വരുന്ന ചെറിയൊരു ഭാഗമാണ് ബുൾ ഗിയർ സ്ലൈഡിംഗ് ബ്ലോക്ക്. അതേപോലെ തന്നെ അതിൻ്റെ മേലെ വരുന്ന ഭാഗമാണ് സ്ലൈഡിംഗ് ബ്ലോക്ക്. ഓക്കെ, സ്ലൈഡിംഗ് ബ്ലോക്കാണ് കാണുന്നതായിരിക്കുക. അതായത് ഈ കാണുന്ന ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ കാണുന്ന ഈ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ, ഈ സ്ലോട്ടിനകത്ത് കൂടെ ഇത് മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സ്ലോട്ടഡ് ലിങ്കിന് ഒരു ഓസിലേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ഒരു സർക്കുലേറ്റിംഗ് മോഷൻ കിട്ടുന്നത്. ഓക്കെ, ഒരു ഓസിലേറ്റിംഗ് മോഷൻ കിട്ടുന്നത് അതിനകത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് റാം അറിയാം. റാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് റാം. പിന്നെ മുന്നേ പഠിച്ചുള്ള ഷേപ്പറിൻ്റെ ഭാഗത്തിൽ ക്ലാമ്പിംഗ് ലിവറും ഹാൻഡ് വീലൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇത്രയും ഭാഗങ്ങളെങ്കിലും നമ്മൾ ഓർത്ത് വയ്ക്കണം. അതായത് ഒന്ന് ബുൾ ഗിയർ, ഡ്രൈവിംഗ് പിനിയൻ, പിന്നെ സ്ലൈഡിംഗ് ബ്ലോക്ക്, പിന്നെ ക്രാങ്ക്, സ്ലോട്ടഡ് ലിങ്ക്, പിന്നെ ഒരു ക്രാങ്ക് പിന്ന്, റാം. അറ്റ്ലീസ്റ്റ് ഇത്രയും ഭാഗങ്ങളെങ്കിലും നമ്മൾ ഫിഗർ വരച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. എങ്കിലേ നമുക്ക് മാക്സിമം നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പോയി നോക്കാം, കണ്ടു നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതാണ് നമ്മുടെ ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ഡെലിവറി മെക്കാനിസം. അപ്പോൾ ആ ബുൾ ഗിയറാണ് അവിടെ റെഡ് കളറിൽ കാണുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം. ഓക്കെ, പിന്നെ സ്ലൈഡിംഗ് ബ്ലോക്കും സ്ലൈഡ് ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോമൺ മെക്കാനിസം ഉള്ള കാര്യം മനസ്സിലാക്കുക. ഇതനുസരിച്ച് നിങ്ങളിനി ആ ഫിഗറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലുണ്ടാവണം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓസിലേറ്റിംഗ് മോഷൻ പിന്നെ എന്ത് ചെയ്യുന്നത്, ആ സർക്കുലേറ്റിംഗ് മോഷൻ ഓസിലേറ്റിംഗ് മോഷനാക്കി ആ ഓസിലേറ്റിംഗ് മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കിക്കണം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ആ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, ഈ ഒരു നമ്മുടെ ഈ ഒരു ക്രാങ്ക് ഉണ്ട് അല്ലേ, ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന സ്ലോട്ടിലൂടെ നമ്മുടെ
സ്ലോട്ടഡ് ലിങ്ക് കണ്ടോ? ഈ സ്ലോട്ടഡ് ലിങ്ക് കണ്ടു. അതിൻ്റെ അകത്തുള്ള ഈ സ്ലോട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആര് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ക്രാങ്ക് പിന്നും അഥവാ ഈ സ്ലൈഡിങ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബിയറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ഓസിലേറ്റിംഗ് മോഷൻ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യും, ഫൈനലി ഇതിനൊരു ഓസിലേറ്റിംഗ് മോഷൻ കിട്ടും. അത് നമുക്ക് ഇവിടുന്ന് റാമിന് റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് നോക്കി നോക്കാം. പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. പിന്നെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം. ദ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ബുൾ ഗിയർ ബൈ എ പിനിയൻ വിച്ച് റിസീവ്സ് ഇറ്റ്സ് പവർ ഫ്രം ആൻ ഇൻഡിവിജ്വൽ മോട്ടർ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ബുൾ ഗിയറിലേക്ക് പവർ കിട്ടുന്നത് എവിടെ നിന്നാണ്, ഈ ഡ്രൈവിംഗ് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് പവർ കിട്ടുന്നത്. അതായത് ഈ ഡ്രൈവിംഗ് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ എ 2-gear സിസ്റ്റം ദ സ്മോളർ ഗിയർ ഈസ് കോൾഡ് പിനിയൻ ആൻഡ് ദ ലാർജർ ഗിയർ ഈസ് കോൾഡ് ബുൾ ഗിയർ. നമ്മൾ പറഞ്ഞ പോലെ ആ ചെറിയ ഗിയർ പിനിയനും ലാർജർ ഗിയർ എന്താണ്, അത് ബുൾ ഗിയറുമാണ്. ഓക്കെ, ദ റേഡിയൽ സ്ലൈഡ് ഈസ് ബോൾട്ടഡ് ടു ദ സെൻറ്റർ ഓഫ് ദ ബുൾ ഗിയർ. ബുൾ ഗിയറിൻ്റെ സെൻറ്ററിലാണ് ആ റേഡിയൽ സ്ലൈഡ് അവിടെ ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, അഥവാ ആ റാം ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദിസ് റേഡിയൽ സ്ലൈഡ് ക്യാരീസ് എ സ്ലൈഡിംഗ് ബ്ലോക്ക് ഇൻ ടു വിച്ച് ദ ക്രാങ്ക് പിൻ ഈസ് ഫിറ്റഡ്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തായിരിക്കും, സ്ലൈഡിംഗ് ബ്ലോക്ക് നമ്മൾ കണ്ടു ഫിഗറിൽ, ഒരു ക്രാങ്ക് പിൻ വെച്ചായിരിക്കും സ്ലൈഡിംഗ് ബ്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആസ് ദ ബുൾ ഗിയർ വിൽ റൊട്ടേറ്റ്, ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ദ ക്രാങ്ക് വിൽ റിവോൾവ് അറ്റ് യൂണിഫോം സ്പീഡ്. ഓക്കെ, ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ക്രാങ്കും റൊട്ടേറ്റ് ചെയ്യും. The sliding block which is mounted upon the crank pin is fitted upon the crank and the crank pin fitted within the slaughter link. ഓക്കെ, അപ്പോൾ സ്ലോട്ടർ ലിങ്കിനകത്ത് ആ ക്രാങ്ക് പിൻ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, സ്ലൈഡിംഗ് ബ്ലോക്ക് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ സ്ലോട്ടർ ലിങ്ക് ഈസ് പിവോട്ടഡ് അപ്പോൺ അറ്റ് ഇറ്റ്സ് ബോട്ടം എൻഡ് അറ്റാച്ച്ഡ് ടു ദ ഫ്രെയിം ഓഫ് കോളം. കോളത്തിൻ്റെ ബോട്ടം എല്ലാം എന്ത് ചെയ്യണം, ഇവിടെ പിവോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പിവോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പിവോട്ട് ചെയ്ത ഭാഗം. ഓക്കെ, നമ്മുടെ സ്ലോട്ടർ ലിങ്ക് ഇവിടെയാണ് പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ത് ചെയ്യുക, ഓരോ പാർട്സിൻ്റെ പേര് വെച്ചിട്ട് ആ പാർട്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ സ്ലൈഡിങ് മെക്കാനിസം വർക്ക് ചെയ്യുന്ന കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അതുപോലെ when the bull gear rotates ചെയ്യുന്ന സമയത്ത് the crank pin revolves at a uniform speed. ഓക്കെ, crank pin എന്ത് ചെയ്യും, ഒരു യൂണിഫോം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. The sliding block fastened to the crank pin will rotate on the crank pin circle and at the same time the slider will slide up and down in the sliding link. നമ്മൾ ആനിമേഷനിൽ കണ്ട പോലെ തന്നെ ആ സ്ലൈഡിങ് ലിങ്ക് എന്ത് ചെയ്യും, സ്ലൈഡിങ് ലിങ്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ലൈഡിങ് ബ്ലോക്ക് അതിനകത്താണ് എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നത്. കാരണം ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ലൈഡിങ് ബ്ലോക്ക് ഈ സ്ലോട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ഈ 2 പോയിൻറ്റ്സും കൂടി ഒന്ന് വായിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ആസ് ദ സ്ലൈഡർ വിൽ മൂവ് ഇൻസൈഡ് ദ സ്ലൈഡിംഗ് ലിങ്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് എ റോക്കിംഗ് മൂവ്മെൻറ്റ് ടു ദ സ്ലൈഡിംഗ് ലിങ്ക് ആൻഡ് ദിസ് മൂവ്മെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ റാം പ്രൊവൈഡിങ് ഇറ്റ് എ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. അപ്പോൾ ആ സ്ലൈഡർ അതിനകത്ത് കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ലൈഡ് ലിങ്കിനകത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റോക്കിംഗ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഓസിലേറ്ററി മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ റോക്കിംഗ് മൂവ്മെൻറ്റ് എവിടെ കിട്ടും, സ്ലൈഡ് ലിങ്കിൽ കിട്ടുകയും അതുപോലെ എന്ത് ചെയ്യും, ആ മൂവ്മെൻറ്റ് പിന്നെ റാമിലേക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഹെൻസ് ദ റോട്ടറി മോഷൻ ഓഫ് ദ ബുൾ ഗിയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു റെസിപ്രോക്കേറ്ററി മോഷൻ ഓഫ് ദ റാം അല്ലേ. അപ്പോൾ ബുൾ ഗിയറിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് റാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഷേപ്പർ മെഷീനിൽ ഉപയോഗിക്കുന്ന വിറ്റ്വർത്ത് മെക്കാനിസം. അപ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം നിങ്ങൾ ഫിഗർ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വരച്ച് പഠിക്കുക, അതിൻ്റെ പാർട്സുകൾ മനസ്സിലാക്കുക. ശേഷം അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ആനിമേഷൻ കണ്ടു നോക്കുക, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ശേഷം എന്ത് ചെയ്യുക, ആനിമേഷൻ കണ്ട അനുസരിച്ച് പോയിൻറ്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ വിറ്റ്വർത്ത് മെക്കാനിസമാണ്. ഓക്കെ, ഇവിടെ നോക്കാം. വിറ്റ്വർത്ത് മെക്കാനിസം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് സ്ലൈഡറാണ്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം നോക്കുക, ഒന്ന് ഇവിടെ ഒരു ബാറ് കണ്ട ലെങ്ത്ത് കൂടിയുള്ള നീളത്തിലുള്ളൊരു ബാറ് കാണുന്നുണ്ട്. ആ ബാറിൻ്റെ പേരാണ് സ്ലോട്ടഡ് ബാറ്. ഓക്കെ, അതുപോലെ അതിൻ്റെ അകത്ത് ചെറിയൊരു ലിങ്ക് കാണുന്നുണ്ടായിരിക്കും, അതായത് ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. അതിൻ്റെ പേരാണ്
അത് ക്രാങ്കാണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ക്രാങ്ക്. ഓക്കെ, ഇനി ക്രാങ്കിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്താണ്, അത് സ്ലൈഡറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന സ്ലോട്ടഡ് ബാറിന് ഈ ഡയറക്ഷനിൽ ഓസിലേറ്ററി മോഷൻ കൊടുക്കുമ്പോൾ ഇവിടുന്ന് നമ്മുടെ റാമിൻ്റെ മേലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ റാമിന് എന്ത് കിട്ടും, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ 3 ഭാഗങ്ങൾ: ഒന്ന് സ്ലോട്ടഡ് ബാറ്, ഒന്ന് ക്രാങ്ക്, ഒന്ന് സ്ലൈഡർ, പിന്നെ റാം. ഓക്കെ, ഇവിടെ കണക്റ്റിംഗ് റോഡ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ നമ്മൾ നേരത്തെ അതിൻ്റെ ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കി നോക്കാം. വിറ്റ്വർത്ത് മെക്കാനിസത്തിൻ്റെ ഒരു ആനിമേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ശരിക്കും വിറ്റ്വർത്ത് മെക്കാനിക്സിൽ ഇവിടെ നമുക്ക് ഒരു സമയത്ത് അത് പെട്ടെന്ന് സ്പീഡായിട്ട് പോകുന്നുണ്ട് അല്ലേ. അത് താഴെ വന്ന് പിന്നെ മേലേക്ക് പോകുമ്പോൾ അവിടെ ഒരു റിട്ടേൺ സ്ട്രോക്ക് ഭയങ്കര സ്പീഡുണ്ട്. അതായത് ഫോർവേഡിനേക്കാളും കൂടുതൽ സ്പീഡിലായിരിക്കും എന്ത് റിട്ടേൺ സ്ട്രോക്ക് പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സ്ലൈഡർ പറഞ്ഞു, പിന്നെ ബാറ്, സ്ലോട്ടഡ് ബാറ് പറഞ്ഞു, ഇവിടെ കാണുന്ന അല്ലേ. പിന്നെ നമ്മുടെ കണക്റ്റർ റോഡ് നമ്മുടെ റാമിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ആനിമേഷനിൽ കുറച്ച് നേരെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മെക്കാനിസം മാത്രം മനസ്സിലാക്കുക എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കുക, ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ സംഭവിക്കുക. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഐഡിയ വെച്ച് വേണം നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന വരില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിൻ്റെ ആ ഒരു മോഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലായാൽ നമുക്ക് സ്വന്തമായിട്ട് വേർഡ്സിൽ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട പോലെ ഇനി ഇവിടെ നോക്കുക, ഇതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. Whitworth mechanism, this mechanism changes the rotary motion to oscillatory motion like the crank and lever mechanism. ഇപ്പോൾ നമ്മൾ ക്രാങ്ക് ആൻഡ് ലിവർ മെക്കാനിസം പഠിച്ച പോലെ തന്നെ ആ റോട്ടറി മോഷനെ ഓസിലേറ്ററി മോഷനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്രാങ്ക് ആൻഡ് ലിവർ മെക്കാനിസം ആൻഡ് വിറ്റ്വർത്ത് മെക്കാനിസം ഈസ് ദാറ്റ് ഇൻ വിറ്റ്വർത്ത് മെക്കാനിസം ദ റിട്ടേൺ സ്റ്റോക്ക് ഈസ് ഫാസ്റ്റർ ദാൻ ദ ഫോർവേഡ് സ്റ്റോക്ക്. അല്ലേ, നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ റിട്ടേൺ സ്റ്റോക്ക് ഇത്തിരി സ്പീഡിലാണ് സംഭവിക്കുന്നത് അല്ലേ. വൈൽ ഇൻ ദ ക്രാങ്ക് ലിവർ മെക്കാനിസം ദ ഫോർവേഡ് സ്റ്റോക്ക് ഈസ് ഓഫ് സെയിം സ്പീഡ് ആസ് ദാറ്റ് ഓഫ് റിട്ടേൺ സ്റ്റോക്ക്. എന്നാൽ നമ്മൾ ആദ്യം പഠിച്ചുള്ള ക്രാങ്ക് ആൻഡ് ലിവർ മെക്കാനിസം എന്തായിരുന്നു, ഫോർവേഡ് സ്റ്റോക്കും റിട്ടേൺ സ്റ്റോക്കും ഒരേ സ്പീഡിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിറ്റ്വർത്ത് മെക്കാനിസം ആകുമ്പം റിട്ടേൺ സ്റ്റോക്ക് കുറച്ച് സ്പീഡിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിലെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു, സ്ലോട്ടഡ് ബാറുണ്ട്, സ്ലൈഡർ ഉണ്ട്, ക്രാങ്ക് ഉണ്ട്. ഇനി അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് നോക്കാം. വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഈസ് ദ സെക്കൻഡ് ഇൻവേർഷൻ ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഇൻ വിച്ച് ദ ക്രാങ്ക് ഈസ് ഫിക്സഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെക്കാനിസത്തിൽ ക്രാങ്ക് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലൈഡർ ക്രാങ്കിൻ്റെ സെക്കൻഡ് ഇൻവേർഷനാണ് ശരിക്കും വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇൻവേർഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത സെമിസ്റ്ററിൽ അല്ലെങ്കിൽ 5th സെമിസ്റ്ററിൽ DME എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇൻ ദിസ് മെക്കാനിസം the slider in slotted bar is connected to the crank. ഓക്കെ, ഇപ്പോൾ സ്ലൈഡർ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോട്ടർ ബാറിനകത്താണ് ഉണ്ടായിരിക്കുക, അത് ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വെൻ ദ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ദ സ്ലൈഡർ വിൽ സ്ലൈഡ് ഇൻസൈഡ് ദ സ്ലോട്ടർ ബാർ. ആ സ്ലോട്ടർ ബാറിനകത്ത് കൂടെ എന്ത് ചെയ്യും, സ്ലൈഡർ സ്ലൈഡ് ചെയ്യും. ആൻഡ് ദ സ്ലോട്ടർ ബാർ വിൽ ഓസിലേറ്റ്. പിന്നെ എന്ത് ചെയ്യും, ആ സ്ലൈഡറിൻ്റെ അകത്ത് കൂടെ സ്ലോട്ടർ ബാറിൻ്റെ അകത്തൂടെ നമ്മുടെ സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നു, സ്ലോട്ടഡ് ബാറിന് ആ ഒരു ഓസിലേറ്റിംഗ് മോഷനാണ് കിട്ടുന്നത് അല്ലേ. സ്ലോട്ടഡ് ബാറിൻ്റെ അകത്ത് കൂടെ ആ സ്ലോട്ടിലൂടെ സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് സ്ലോട്ടഡ് ബാറിന് ഓസിലേറ്റിംഗ് മോഷൻ കിട്ടുന്നത്. നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടപ്പോൾ മനസ്സിലായതാണ്. ആസ് ദ സ്ലോട്ടഡ് ബാർ ഓസിലേറ്റ് ദ റാം വിൽ മൂവ് ഇൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിറക്ഷൻ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു സ്ലോട്ടഡ് ബാർ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, റാം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് കിട്ടുകയാണ്. ദ റിട്ടേൺ സ്റ്റോക്ക് ഓർ ഐഡിയൽ ഈസ് ഫാസ്റ്റർ ദാൻ ദ ഫോർവേഡ് സ്റ്റോക്ക് ഇൻ ദിസ് മെക്കാനിസം. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മുടെ ഈ മെക്കാനിസത്തിൽ റിട്ടേൺ സ്റ്റോക്ക് ഫോർവേഡ് സ്റ്റോക്കിനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ
വിറ്റ് വർത്ത് ക്രിട്ടിക്കൽ മെക്കാനിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഓർത്ത് വെക്കേണ്ടത്. അത് ഇതുപോലെ തന്നെ ഓർത്ത് വെക്കണം എന്നില്ല. അതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കി, അതുപോലെ ആനിമേഷൻ കണ്ടപ്പോൾ അതിൻ്റെ വർക്കിങ്ങും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് ഓരോ പാർട്സും എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഇതിൽ കാണുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ടും 7 മാർക്കും നഷ്ടപ്പെടാണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട മെക്കാനിസം ആയിരുന്നു, അല്ലെങ്കിൽ ടോപ്പിക്കായിരുന്നു. ആ 2 ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന ഡ്രില്ലിംഗ് മെഷീനാണ് നമുക്ക് നോക്കാനുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.